an education that does not raise awareness of not making waste is a waste. പാഴാകുന്നവയെ ഉരുവാക്കാതിരിക്കാനും ഉരുവാക്കുന്നവയെ കൈകാര്യം ചെയ്യുവാനും പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസവും സംസ്കാരവും പാഴ് തന്നെയാണ്. തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഒരു ദിവസം പാഴ്വസ്തുക്കളെ കുറിച്ച് പറഞ്ഞ ഒരു സുഭാഷിതത്തിന് കിഷോമാരേട്ടൻ പറഞ്ഞ ഒരു അഭിപ്രായമാണ് ഈ ഒരു പോസ്റ്ററിന്റെ അടിസ്ഥാനം. പ്രകൃതിയിൽ ഉണ്ടായ ഏതൊരു വസ്തുവും, സ്വാഭാവികമായി ഉണ്ടായ ഏതൊരു വസ്തു അതിൻ്റെതായ ഒരു ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ പലതവണ പല സാഹചര്യത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ പ്രകൃതിയുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്, സൗകര്യപ്രദമായ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് പ്രകൃതി അതിന്റെ ഉപവ്യവസ്ഥകളെ രൂപകൽപ്പന ചെയ്ത്, ആദ്യം ഭാവന ചെയ്ത്, അതിനുശേഷം അതിനൊരു പരിധി ഉണ്ടാക്കി, അതിന്റെ ഉത്തരവാദിത്വം പ്രാദേശിക ബോധത്തിന് പതിച്ചു നൽകി, അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ധർമ്മ സഞ്ചയം തന്നെ ഉരുവാക്കിയെടുത്ത്, ആ ധർമ്മസഞ്ചയത്തെ ഈ പ്രാദേശിക ബോധം രൂപകൽപ്പന ചെയ്ത്, സൃഷ്ടിച്ച്, ഘടന ചെയ്ത് ആണ് രൂപവൽക്കരിക്കുന്നത്. അങ്ങനെ രൂപം കൊണ്ടിട്ടുള്ള ഓരോന്നിനും പ്രകൃതിയിൽ ഓരോരോ ധർമ്മങ്ങൾ ഉണ്ട്. അതിനുവേണ്ടി മാത്രമാണ് അവ ഉണ്ടാകുന്നത്. ധർമ്മം എന്ന് പറയുന്നത് ഒരു ഒറ്റ പ്രവർത്തനമല്ല, അതൊരു സഞ്ചയമാണ്, പ്രവർത്തന സഞ്ചയമാണ്, ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരു സഞ്ചയമാണ്. അത്തരത്തിൽ ഒരു കൂട്ടം പ്രവർത്തനങ്ങൾ ചേർന്നിട്ടാണ് ഈ വസ്തു ഉണ്ടാവുക. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിന്റെ ധർമ്മത്തെ പാലിക്കാൻ പാകത്തിലുള്ള പക്വപ്പെടുന്ന പ്രക്രിയയിലേക്കാണ് ആദ്യം ചെല്ലുക. ആ പക്വത നേടിക്കഴിഞ്ഞാൽ പിന്നെ ധർമ്മങ്ങൾ ഓരോന്നായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതിനിടയിലും, ഈ പക്വപ്പെടുന്ന പ്രവൃത്തിക്കിടയിലും അല്ലാതെയുമൊക്കെ ഈ ധർമ്മ പ്രക്രിയ ആ സഞ്ചയത്തിന്റെ ലിസ്റ്റിൽ നിന്ന് ഓരോന്നായി നടപ്പിലാക്കി പോവുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അത് വിഘടിച്ച് പ്രകൃതിയുടെ ഓരോ ഇടങ്ങളിലായി ഇവിടെ നിന്നെല്ലാം എന്തെല്ലാം എടുത്തോ അവയെല്ലാം അവിടേക്ക് തന്നെ തിരിച്ചു നൽകി. അത് പഞ്ചഭൂത രൂപത്തിലാകാം, 96 തത്വങ്ങളുടെ രൂപത്തിലാകാം, അല്ലെങ്കിൽ 125 ഭാവങ്ങളിലാകാം. ഏത് രൂപത്തിലാണെങ്കിലും അത് അവയുടെ എടുത്ത ഇടത്തു തന്നെ പുനഃസ്ഥാപിച്ച് ആണ് ധർമ്മം പൂർത്തീകരിക്കുക. അപ്പോ ഇത് എല്ലാ വസ്തുക്കൾക്കും, ജൈവ വസ്തുക്കൾക്കും അജൈവ വസ്തുക്കൾക്കും അത് ബാധകമാണ്. അജൈവ വസ്തുക്കൾക്ക് ഇത് ബാധകമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപരിവ്യവസ്ഥയുടെ ഭാഗമായി, ഉപരിവ്യവസ്ഥ എന്ന ഒരു മഹാജൈവ സംവിധാനത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴാണ് ഇവയെ ഓരോന്നിനും, അജൈവമെന്ന് നാം ഗണിക്കുന്ന ഓരോന്നിനും ജീവൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ജീവന്റെ ഭാഗമാവുക. അങ്ങനെ ഓരോന്നും അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞാൽ അത് വിഘടിച്ച് പ്രകൃതിയുടെ ഭാഗമായി തന്നെ തിരിച്ചു ചെല്ലും. ഇതാണ് സാധാരണ രീതിയിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഓരോന്നിന്റെയും രൂപീകരണത്തിന്റെയും ജീവിതകാലത്തിന്റെയും ഡിസിന്റഗ്രേഷന്റെയും ഒരു ആകത്തുക. എന്നാൽ മനുഷ്യൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് സമഗ്രമായി കാര്യങ്ങളെ ബോധ്യമില്ലാതെ ആവശ്യങ്ങൾക്ക് മാത്രമുള്ള, തന്റെ ആവശ്യങ്ങളെ കുറിച്ച് മാത്രം ബോധ്യപ്പെട്ട് ആ ആവശ്യങ്ങൾക്ക് മാത്രമുള്ള സങ്കേതങ്ങൾ ഉൾക്കൊള്ളിച്ച യന്ത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അജൈവ സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ
പ്രകൃതിയിൽ അത്തരത്തിലുണ്ടാകുന്ന യന്ത്രങ്ങൾക്കും അജൈവങ്ങൾക്കും വരെ ഈ വിഘടനവും പ്രകൃതിയുടെ ഭാഗമായി തീരാനുള്ള ഒരു പ്രക്രിയയും ഉണ്ടെന്നിരിക്കെ, അതല്ലാതെ സമഗ്രമല്ലാതെ ഉണ്ടാകുന്ന ഒരു നിർമ്മിതിയും പൂർണ്ണ നിർമ്മിതിയല്ലെന്നും അത് പ്രകൃതി നിയമങ്ങൾക്ക് അനുസൃതമല്ലെന്നും ഉള്ള ബോധ്യം ജ്ഞാനിയായ മനുഷ്യന് ഉണ്ട്. ജ്ഞാനിയായ ജന്തുക്കൾക്ക് അതുണ്ട്. ജന്തു ജ്ഞാനിയാണോ എന്ന് ചോദിച്ചാൽ അവയിൽ സഹജാവബോധമാണ് ജ്ഞാനമായി ഉണർന്നു നിൽക്കുന്നത്, യുക്തിയല്ല. അതുകൊണ്ട് തന്നെ സഹജാവബോധത്തിന്റെ ഭാഗമായിട്ട് അവ ഉണ്ടാക്കുന്ന ഓരോന്നും പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ പാകത്തിൽ, പ്രകൃതിയുടെ ആ സ്വാഭാവിക സംവിധാനത്തിന്റെ തന്നെ ഭാഗമായി വിലയം ചെയ്യാൻ പാകത്തിലാണ് ഉരുവാക്കലുകളെല്ലാം സംഭവിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അവന്റെ യുക്തി കൊണ്ട് ക്രമീകരിക്കുന്ന പലതും ഈ വിഘടനത്തിന് സാധ്യമല്ലാത്തതോ, വിഘടിച്ചാൽ തന്നെ അത് പ്രകൃതിയുമായിട്ട് ചേർന്നിഴകിയുള്ള ഒരു പുനഃസ്ഥാപന പ്രക്രിയയിലേക്ക് പോകാതിരിക്കുകയോ പഞ്ചഭൂതങ്ങളുടെ ഭാഗമായി തീരാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അത് നിർമ്മിതിയിലെ സമഗ്രതയില്ലായ്ക കൊണ്ടാണ്. മാത്രമല്ല, പ്രകൃതി സ്വാഭാവികമായി പഞ്ചഭൂതങ്ങളെ ചേർത്തിണക്കി രൂപീകരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഘടനയിൽ തന്നെ മാറ്റം വരുത്തി പ്രകൃതിയുടെ സ്വാഭാവിക നൈസർഗിക പ്രക്രിയകൾ കൊണ്ട് വിഘടിപ്പിക്കാൻ പറ്റാത്ത, പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഘടനാമാറ്റം ചെയ്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഇതും പ്രകൃതിയിൽ നിന്ന് വെളിയിൽ നിന്ന് വന്നതൊന്നല്ല, പ്രകൃതിയുടെ അകത്തുള്ളത് തന്നെ. ഒരുപക്ഷെ അത് സ്വാഭാവികമായി എടുക്കുന്ന ഒരു കാലത്തിനേക്കാളും ഉയർന്ന കാലം എടുക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് അത് തിരിച്ച് അങ്ങോട്ട് ചെല്ലാൻ കഴിയാത്തതായിട്ട് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അങ്ങനെ ഒരു വസ്തുവിന്റെ സൃഷ്ടി നമ്മൾ ചെയ്യുന്നുവെങ്കിൽ, അത്തരമൊരു സൃഷ്ടി നമ്മൾ ഉണ്ടാക്കുന്നുവെങ്കിൽ, പ്രകൃതിയിലേക്ക് നമ്മുടെ ജീവിതകാലത്തേക്ക് അല്ലെങ്കിൽ അത്തരമൊരു നിർമ്മിതിയുടെ അടിസ്ഥാന കാലത്ത് അത് പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത രീതിയിൽ, വിഘടിച്ച് ചേരാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് ആർക്കും പ്രയോജനമില്ലാതെ പോകുന്ന എന്ന അർത്ഥത്തിലാണ് പാഴ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തെ ഉരുവാക്കാനായിട്ട് നമ്മളൊരു യന്ത്ര സംവിധാനം ഉണ്ടാക്കുന്നു. ആ യന്ത്രത്തിന് വേണ്ടുന്ന കുറേയേറെ ഘടകങ്ങൾ ചുറ്റുപാടിൽ നിന്നും സ്വീകരിക്കുന്നു, ഉപയോഗിക്കുന്ന വസ്തുക്കൾ പിന്നെ അതിന്റെ ബാക്കിയാകുന്നത് പ്രകൃതിയിലേക്ക് തിരികെ എടുത്ത എൻവയോൺമെന്റിലേക്ക്, അതിന്റെ പരിസ്ഥിതിയിലേക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്താണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ പ്രവൃത്തിയുടെ പാഴെന്ന് പറയുന്നത്. പക്ഷെ അത് തിരിച്ച് അവിടെ പ്രകൃതിയിലേക്ക് ചെല്ലുന്ന സമയത്ത് പാഴല്ല, അതിന് പുതിയ ഉപയോഗങ്ങളുണ്ട്. ആ ഉപയോഗം വഴി അത് മറ്റു വ്യവസ്ഥകളുടെ ഭാഗമായി തീരുക എന്നുള്ള പ്രക്രിയ സംഭവിക്കണം. അങ്ങനെ സംഭവിക്കാതെ ഉരുവാക്കുന്ന ഏതൊരു നിർമ്മിതിയും സ്വാഭാവികമല്ല. അത് മാത്രമല്ല, ജൈവ സംവിധാനത്തിന് തന്നെ ഭീഷണിയായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഈ ഒരു ആശയം, നമുക്ക് അങ്ങനെ ഒരു പാഴ്വസ്തു ഉണ്ടാകും അല്ലെങ്കിൽ പാഴ്വസ്തുക്കൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്, അത് അവയുടെ ധർമ്മം ഈ രൂപത്തിലാണ് വഴിമാറിപ്പോകുന്നത് എന്നത് ബോധിപ്പിക്കാത്ത, ഈ നിർമ്മിതിയെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയ ഉണ്ടെന്നിരിക്കട്ടെ. എന്താണ് വിദ്യാഭ്യാസം എന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അങ്ങനൊരു വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നതും പാഴ് തന്നെയാണ്. പ്രകൃതിയുടെ സ്വാഭാവിക സംവിധാനത്തിൽ നിന്നും വേറിട്ട് പ്രകൃതിയുടെ ആ പശ്ചാത്തലത്തിൽ തന്നെ ഒരു അടച്ച പരിസ്ഥിതി ഉണ്ടാക്കി, ഒരു ക്ലോസ്ഡ് എൻവയോൺമെന്റ് ഉണ്ടാക്കിയിട്ട് ആ എൻവയോൺമെന്റിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം നിർമ്മിക്കുന്നതാണ് ഓരോ വസ്തുക്കളും. അങ്ങനെ നിർമ്മിക്കാൻ നാം ഉപയോഗിക്കുന്ന, അത് എന്തിനെ ആയിക്കോട്ടെ, ഒരു സംസ്കാരത്തെ ആയിക്കോട്ടെ, ഒരു ബോധപ്രക്രിയ ആയിക്കോട്ടെ, എന്തിനെയാണെങ്കിലും അത്തരത്തിൽ ഒരു നിർമ്മിതി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സങ്കേതത്തെയാണ് നമ്മൾ വിദ്യ എന്ന് പറയുക. ആ സങ്കേതത്തെ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മളത് നടപ്പിലാക്കുന്നത്. ചിലപ്പോൾ സഹജമായി ഉണ്ടാകാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ സഹജമായി ഉണ്ടാകാം. പക്ഷെ ഭൂരിഭാഗവും വിദ്യ എന്ന് പറയുന്നത് ഒരു കൃത്രിമ സങ്കേതത്തെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രായോഗിക പരിശീലനമാണ്, പ്രായോഗിക ജ്ഞാനമാണ്. ആ പ്രായോഗിക ജ്ഞാനത്തില് ഈ ക്ലോസ്ഡ് എൻവയോൺമെന്റിന്റെ പുറത്തുള്ള, ഈ പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ആവുന്നില്ലെങ്കിൽ അത് പ്രാകൃതികമായി ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട ഒരു സംവിധാനമാണ്. ആ ഒറ്റപ്പെട്ട സംവിധാനത്തെ കുറിച്ച് മാത്രം പഠിപ്പിക്കുന്ന റെഡ്യൂസ്ഡ് ആയിട്ടുള്ള, റിഡക്ഷനിസ്റ്റ് സമീപനത്തിലൂടെ കൊണ്ടുപോയിട്ടുള്ള ഒരു വിദ്യയും പൂർണ്ണമല്ല, സമഗ്രമല്ല. അതുകൊണ്ട് തന്നെ
അത് ഉണ്ടാക്കുന്ന ജൈവ അപകടങ്ങൾ വളരെ വലുതാണ് എന്നതുകൊണ്ട് തന്നെ അത്തരം വിദ്യാഭ്യാസവും അത്തരം സംസ്കാരവും പാഴ് എന്ന ഗണത്തിൽ തന്നെയാണ് പെടുത്തേണ്ടത്. ഈ പാഴ്വസ്തുക്കളെ ഉരുവാക്കാൻ കാരണമാകുന്നതോ ഉണ്ടാകുന്ന പാഴ്വസ്തുക്കളെ ശരിയാം വിധം വിനിയോഗിക്കാനും അവയെ ഡിസിന്റഗ്രേറ്റ് ചെയ്യാനും പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസവും സംസ്കാരവും പാഴ് തന്നെയാണ്. നോക്കൂ, ആധുനിക കാലത്ത് ആധുനിക വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വ്യവസായവൽകൃത സമൂഹത്തിന്റെ മാത്രം നിലനിൽപ്പിന് വേണ്ടി ജൈവതയെ പൂർണ്ണമായും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിത വ്യവസ്ഥ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നുകൊണ്ട് അതാണ് വിദ്യാഭ്യാസം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മളെ അതിലൂടെ കൊണ്ടുപോവുകയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇഷ്ടം പോലെ പാഴുണ്ടാക്കുന്നുണ്ട്. ഈ പാഴ്വസ്തുക്കളിൽ ഭൂരിഭാഗവും തിരികെ ചെല്ലാത്ത, പ്രകൃതിയുടെ ഭാഗമായി വിലയം ചെയ്യാത്ത, അല്ലെങ്കിൽ ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും വിലയം ചെയ്യാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക്. അപ്പൊ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്, സിമെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവയെല്ലാം തന്നെ എത്രയേറെ കാലങ്ങൾ എടുക്കുന്നു. അവയെ ഉരുവാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അവയെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പുനഃചംക്രമണത്തിന്റെ ഭാഗമായി മാറ്റിയെടുക്കാനുള്ള ബോധ്യം ഉണ്ടാക്കാതിരിക്കുന്നത് എന്താണെങ്കിലും ആ വ്യവസ്ഥ, അത് വിദ്യാഭ്യാസമായിക്കോട്ടെ, സംസ്കാരമായിക്കോട്ടെ, യുക്തി ആയിക്കോട്ടെ, അത് പാഴാണ്. അത് ജീവിതത്തിന് ഉപകരിക്കുന്നതല്ല, അത് ജീവിതത്തിന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടുന്നതല്ല. പക്ഷെ എത്ര ശതമാനം നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നത് സാധാരണ ജീവിതത്തിൽ ചോദ്യം തന്നെയാണ്. സുസ്ഥിര ജീവന സമൂഹത്തിലെ ആളുകൾ ഈ കാര്യം വ്യക്തമായി ബോധ്യമാകേണ്ടതുണ്ട്. വിദ്യാഭ്യാസവും സംസ്കാരവും നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് പാഴ് എന്നൊരു വസ്തു ഇല്ലാതെ, പാഴാക്കാതെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ക്രമത്തിൽ, അതിൻ്റെതായ സ്ഥാനത്തിൽ പ്ലേസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിനുതകുന്നത് മാത്രമേ നമ്മൾ ചെയ്യാവൂ, അതല്ലാത്തത് ചെയ്യരുത് എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അതിന് ഉപകരിക്കാത്ത ഒരു വിദ്യാഭ്യാസ പ്രക്രിയയും നമുക്ക് ആവശ്യമില്ല. അതും പാഴ് തന്നെയാണ്, അതും നമുക്ക് ഉണ്ടാകേണ്ടതില്ല. ഈ ഓർമ്മയിൽ ബോധ്യത്തിലായിരിക്കാൻ നിങ്ങൾക്ക് എവർക്കും കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.